കേരളത്തെ അതിദരിദ്രമില്ലാത്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കാൻ പോവുകയാണ്. ഇതിന്റെ ഭാഗമായിട്ടാണ് സംസ്ഥാന സർക്കാർ പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിച്ചത്. പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരുമിച്ചാണ് സഭയിലെത്തിയത്. ആദ്യം സംസാരിച്ച തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ഇത് സംബന്ധിച്ച ആമുഖ പ്രഭാഷണം നടത്തി. എന്നാൽ തുടർന്ന് സംസാരിച്ച പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ സർക്കാരിനെതിരെ ആഞ്ഞടിക്കുകയായിരുന്നു. ശുദ്ധ തട്ടിപ്പാണ് ഇതെന്ന് സഭയിൽ വിളിച്ചു പറഞ്ഞ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിക്ക് വേണ്ടി ചട്ടം ലംഘിച്ചുവെന്നും ഇടം വലം നോക്കാതെ പറയുന്നുണ്ട്. ഇതെല്ലാം നടക്കുമ്പോഴും ഒരക്ഷരമുരിയാടാതെ സഭയിൽ മുഖം കുനിച്ചിരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. സംസ്ഥാനത്തെ ദൃശ്യ മാധ്യമങ്ങളിലടക്കം ഇത് സംബന്ധിച്ച പരസ്യം നൽകിയ സർക്കാർ പിന്നീട് നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർത്തത് എന്തിന്റെ പേരിലാണെന്നും സതീശൻ ചോദിക്കുന്നുണ്ട്. ആ പ്രസംഗത്തിന്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഓർഡർ ബഹുമാനപ്പെട്ട സഭ അസംബ്ലി ആവട്ടെ പ്ലീസ് തരാം. ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണം എക്സൈസ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി, അങ്ങേക്ക് ശനിയാഴ്ച ദിവസമായി ഇന്ന് സഭ യോഗം ചേരുന്നതിനായി ബന്ധപ്പെട്ട ചട്ടം താൽക്കാലികമായി സസ്പെൻഡ് ചെയ്യുന്ന ഉപേക്ഷ അവതരിപ്പിക്കാവുന്നതാണ്. സർ, 2025 നവംബർ 1 ശനിയാഴ്ച ദിവസമായ ഇന്ന് സഭ യോഗം ചേരുന്നതിലേക്കായി കേരള നിയമസഭയുടെ നടപടിക്രമവും കാര്യനിർവഹണവും സംബന്ധിച്ച ചട്ടങ്ങളിലെ ചട്ടം 13(2) താൽക്കാലികമായി സസ്പെൻഡ് ചെയ്യുവാൻ ഈ സഭ തീരുമാനിക്കുന്നു എന്ന ഉപക്ഷേപം മേൽ സൂചിപ്പിച്ച ചട്ടങ്ങളിലെ ചട്ടം 313 പ്രകാരം ഞാൻ അവതരിപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണം എക്സൈസ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി അവതരിപ്പിച്ച ഉപക്ഷേപം അംഗീകരിക്കാമെന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ? ഉപക്ഷേപം സഭ അംഗീകരിച്ചിരിക്കുന്നു. സർ, പ്രതിപക്ഷം ഒരു കാര്യം നിയമസഭയിൽ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, കഴിഞ്ഞ സഭാ സമ്മേളനം തുടങ്ങി ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്നും ദേവസ്വം ബോർഡ് പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ട് ഞങ്ങൾ സഭയ്ക്കകത്തും പുറത്തും സമരത്തിലാണ്. അതുകൊണ്ട് സഹകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, ഇന്ന് രാവിലെ എല്ലാ പത്രങ്ങളിലും പരസ്യം വന്ന ഒരു കാര്യം, റൂൾ 300 സ്റ്റേറ്റ്മെന്റ് മുഖ്യമന്ത്രിക്ക് അവതരിപ്പിക്കാൻ വേണ്ടി ചട്ടങ്ങൾ ലംഘിച്ച് ഒരു സഭാ സമ്മേളനം കൂടിയാണ്. എന്ത് പ്രസക്തിയാണ് സാറുള്ളത്? മാത്രമല്ല, കേരളം അതീവ ദരിദ്രരഹിത സംസ്ഥാനമാണെന്നുള്ള ശുദ്ധ തട്ടിപ്പാണ് മുഖ്യമന്ത്രി റൂൾ 300 സ്റ്റേറ്റ്മെന്റിലൂടെ കൊടുക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ അതിനോട് കൂട്ടുനിൽക്കാൻ ഞങ്ങളില്ല. ഈ സഭയെ അവഹേളിച്ചുകൊണ്ടാണ് ഇന്ന് ഈ റൂൾ 300 രാവിലെ പത്രത്തിൽ വന്ന പരസ്യം മുഖ്യമന്ത്രി റൂൾ 300 വായിക്കുന്നതിൽ എന്ത് പ്രസക്തിയാണ്? ഞങ്ങൾ അതുകൊണ്ട് ഈ സഭാ നടപടികൾ പൂർണ്ണമായി ബഹിഷ്കരിക്കുന്നു. ബഹുമാനപ്പെട്ട